നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് സെല്ലർ ആവാം. ഈ 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഇ-കൊമേഴ്സ് സെല്ലർ ആവാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് അതായത് കൃത്യമായിട്ട് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്റ്റെപ്പ് വിടാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും. ഇതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഫ്രെയിം വർക്ക് ഫുള്ളി റെഡിയാണ്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് ഒരു ഇ-കൊമേഴ്സ് സെല്ലർ ആവാൻ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. 3 കാര്യങ്ങളാണ് വേണ്ടത്. 3 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്ലസ് ഒരുപാട് ഹോൾസെയിലേഴ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഇതേപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സുകളും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി സെഷൻസും നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതാണ്. വെൽക്കം ടു അനദർ വീഡിയോ. ദിസ് ഈസ് ഗോപകുമാർ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാവുന്നത് യു ക്യാൻ ബിക്കം എൻ ഓൺലൈൻ സെല്ലർ. നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ലൊരു ഓൺലൈൻ സെല്ലർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ സെല്ലർ ആവാൻ നിങ്ങൾക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വേണ്ടത് യു ഹാവ് ടു ഹാവ് എ പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്കതിലേക്ക് വരാം. സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടത് സെയിൽസ് സ്ട്രാറ്റജിയാണ്. നമ്പർ 2 യു ഹാവ് ടു ഹാവ് എ പ്രോപ്പർ സെയിൽസ് സ്ട്രാറ്റജി. 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും യു ഷുഡ് ഹാവ് എ ഡിസ്ട്രിബ്യൂഷൻ. ഇതെന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു വിമാനത്തിൻ്റെ ചിറക് പോലെയാണ്. നിങ്ങളെ ഡെസ്റ്റിനേഷൻ എയിൽ നിന്നും ഡെസ്റ്റിനേഷൻ ബിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വേണം? വിങ്സ് വേണം. ഈ വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ആവാം, എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ കൺസിഡർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പം പ്രത്യേകിച്ചിട്ടും ഞാനൊരു നോട്ടിനകത്ത് എഴുതുകയാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് സെയിൽസ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് വേണ്ടത് സെയിൽസ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ സെയിൽസ് സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു പ്രൊഡക്റ്റും ആദ്യത്തെ കേസിൽ നിങ്ങൾ എസ്പെഷ്യലി ഓൺലൈൻ്റെ കേസിൽ എത്ര നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിലും എത്ര വളരെ മോശം പ്രൊഡക്റ്റ് ആണെങ്കിലും സെയിൽസ് അതിനെ എങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തില്ല. ഈ സെയിൽസ് സ്ട്രാറ്റജി പറയുന്ന സമയത്ത് നിങ്ങൾ 5 ഫാക്ടേഴ്സ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യണം. ഈ 5 ഫാക്ടേഴ്സാണ് നിങ്ങളുടെ സെയിൽസിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓഫ്ലൈൻ പോലെയല്ല ഓൺലൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് നിങ്ങൾക്കറിയണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബൈ ബെനിഫിറ്റ്സ് നോട്ട് ഫീച്ചേഴ്സ്. ആൾക്കാർ ഒരിക്കലും ഫീച്ചേഴ്സ് അല്ല വാങ്ങിക്കുന്നത്, ബെനിഫിറ്റ്സ് ആണ് വാങ്ങിക്കുന്നത്. നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ പോകുമ്പം ആ കാറിൻ്റെ എല്ലാ ഫീച്ചേഴ്സുകളും കണ്ടിട്ടല്ല വാങ്ങിക്കുക. നിങ്ങൾ അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കംഫർട്ട്, നിങ്ങൾ അതിൽ പോകുമ്പോൾ ആൾക്കാർ നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആ കാറിനെ ആദ്യം ജഡ്ജ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം മാത്രമാണ് ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു സെയിൽസ്മാൻ സാർ ഇതിന് ബ്ലൂടൂത്ത് വേർഷൻസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലൊന്നും അദ്ദേഹത്തിന് കൺവിൻസ് ആവില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലോജിക്കൽ കാര്യങ്ങൾ സെക്കൻഡാണ്, ഇമോഷണൽ കാര്യങ്ങളാണ് ആദ്യം വരിക. അതായത് 90% ഓഫ് ദ ഡിസിഷൻസ്, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, 90% ഡിസിഷൻസും നടക്കുന്നത് ഇമോഷൻ്റെ ബേസിലാണ്. അപ്പോൾ ഓൺലൈനിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ഇമോഷണലി അപ്പീലാവുന്ന, ഇമോഷണലി അവരെ കണക്ട് ആവുന്ന, ഇമോഷണലി അവരെ എൻഹാൻസ് ചെയ്യുന്ന ഫോട്ടോസ്, ഇമോഷണലി എൻഹാൻസ് ചെയ്യുന്ന സ്റ്റോറീസ്, അങ്ങനെയുള്ള ഒരു സെയിൽസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധനം വിറ്റ് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഹ്യൂമൻസ് ആർ വെരി സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ. അപ്പന കാര്യം നോക്കുന്ന ആൾക്കാരാണ്. മനുഷ്യർ പരസഹായം ചെയ്യും, മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് പറയുന്ന സമയത്തോ, ഒരു സാധനം കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, ഒരു സർവീസ് എടുക്കണം എന്ന് പറയുന്ന സമയത്തോ അവന് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ വരുന്നത്, അവന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ഉപകാരമാണ് വരുന്നത്, ആ ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം ഞാനൊരു കസ്റ്റമറോട് പറയാണ് അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ബൈ. അവർക്കത് ഉപകാരം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അദ്ദേഹം വാങ്ങിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു മൂന്നാമത്തെ പോയിന്റും കൂടെ നിങ്ങൾ ആലോചിക്കുക. സെയിൽസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പം അപ്പം നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കുക, അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഹ്യൂമൻസ് ആർ വെരി സെൽഫിഷ്, ദേ വിൽ ഓൺലി ബൈ ഇഫ് ഇറ്റ് ബെനിഫിറ്റ്സ് ഫോർ ദം. ഇത് പറയാനുള്ളൊരു കാരണം നമുക്കറിയാം, നമ്മുടെ പാരലലി ഈ ഒരു ചാനലിൻ്റെ പാരലലി നമ്മുടെ ഓൺ ബിസിനസ് ആയിട്ട് ഒരു സർവീസ് സെഗ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഇ-കൊമേഴ്സ് സർവീസ് ആയിട്ടുള്ള കമ്പനിയാണ്. നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ തൊട്ടിട്ട്, നിങ്ങൾക്ക് ബിസിനസ് രജിസ്ട്രേഷൻ തൊട്ടിട്ട്, നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് ലിസ്റ്റിംഗ് തൊട്ടിട്ട്, വാട്ട് നോട്ട്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാവിധ സർവീസുകളും, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ്, ക്യാമ്പയിൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് പറയും, സാർ എനിക്ക് സ്പൈസസ് സെല്ല് ചെയ്യണം, എനിക്ക് സ്പൈസസ് ആണ്. ഞാൻ അവരോട് ചോദിക്കും, സാർ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്? ഇ-കൊമേഴ്സ് സെല്ല് ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കും. എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്പൈസസ് സെല്ല് ചെയ്യണമെന്ന് പറയും. സ്പൈസസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചങ്ങായി എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പൈസസ് ചെയ്യുന്നത്? അത് നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ടല്ലോ സാറേ. എൻ്റെ വീട് ഇടുക്കിയാണ്, എനിക്കിത് ഒരുപാട് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടും.
അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ 6 കമ്പനിയാണോ ചെയ്യുന്നത്, 7 കമ്പനിയാണോ ചെയ്യുന്നത്, 8 കമ്പനിയാണോ ചെയ്യുന്നത്? അപ്പം സർ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല. വിത്തൗട്ട് മാർക്കറ്റ് റിസർച്ച് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം എടുത്ത് ചെയ്യുന്നതല്ല ഓൺലൈൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങൾ കാണുന്ന ഫ്യൂച്ചറിൽ കാണുന്ന ഐഡിയൽ കസ്റ്റമർ എന്ത് വേണം എന്നുള്ളത് രീതിയിൽ തിങ്ക് ചെയ്തിട്ട് അതിനെ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റ് ആക്കുന്നതാണ് ഓൺലൈൻ സെല്ലിംഗ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ സാധനം നിങ്ങൾ ഓൺലൈനിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ കിട്ടില്ല. നിങ്ങളുടെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ആ ഒരു നീഡ് ഉണ്ട്. ആ നീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീഡ് ഉണ്ട്. കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് എന്ത് വേണം എന്നുള്ള സ്ട്രാറ്റജിയിൽ ബിസിനസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് 4ാമത്തെ പോയിന്റ് പറയാം, ഹ്യൂമൻ ലവ് സോഷ്യൽ പ്രൂഫ്. അപ്പം ആൾക്കാർ മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, അവർ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്ത് താഴെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ് നോക്കും. നിങ്ങൾ ഒറിജിനൽ ഫോട്ടോസ് എന്ന് പറയുന്നതാണ് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമ്മളെ ഇമോഷണലി ആ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചത്. ഫൈനലി ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വി വിൽ ജസ്റ്റ് ഗോ ഡൗൺ ആൻഡ് സീ ഇത് ഒറിജിനൽ ഫോട്ടോ ആണോ, ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ, ഇത് എനിക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കും. രണ്ടാമത്, ഹ്യൂമൻസ് ഹേറ്റ് ഫോമോ. ഫോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് മറ്റുള്ളവർ ആ സാധനം ഉപയോഗിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യോ എന്തോ ഞാൻ വലിയ കുറവ് സംഭവിച്ചതുപോലുള്ളൊരു ഫീലിംഗ്. എല്ലാവരും ഐഫോൺ വാങ്ങിക്കുന്നുണ്ട്, അപ്പം ഞാൻ ഐഫോൺ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാറ്റഗറിയിൽ, എൻ്റെ സെഗ്മെന്റിൽ ഞാനൊരു മികച്ച ആളായിരിക്കില്ല എന്നുള്ളൊരു തോട്ട്. അതൊരു വെറും തോട്ട് മാത്രമാണ്, പക്ഷെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇത് മനസ്സിലായ ബിസിനസ് ഓണേഴ്സ് ഇതിനെ നന്നായിട്ട് മുതലെടുക്കും. നിങ്ങൾക്കത് മുതലെടുക്കാൻ അറിയുമെങ്കിൽ എന്ത് ചെയ്യും, യു വിൽ ഗെറ്റ് ബിസിനസ്. ഇതിനെങ്ങനെയാണ് മുതലെടുക്കുക, വളരെ ഫാഷൻ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, സെയിൽസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിൽസ് സ്ട്രാറ്റജി നമ്മൾ 4ാമത്തെ പോയിന്റ് പറഞ്ഞു, ഹ്യൂമൻസ് ലവ് സോഷ്യൽ പ്രൂഫ് ആൻഡ് ഹേറ്റ് ഫോമോ. 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഹ്യൂമൻസ് ബ്രെയിൻ. ആൾക്കാരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈസിലി കണക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ബ്രെയിൻ ഈസിലി കണക്ട് വിത്ത് അർജൻസി ആൻഡ് സ്കേർസിറ്റി. എവിടെയാണോ കുറവുള്ളത്, എവിടെയാണോ അർജൻസി ഉള്ളത്, നമ്മൾ അവിടെ പോയിട്ട് വാങ്ങാൻ ശ്രമിക്കും. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് 599 രൂപക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിചാരിച്ചു. ഫ്ലാറ്റ് 599 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആരും വാങ്ങില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, 999 എന്നിട്ടിട്ട് ലൈക്ക് 50% ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലോ ആൾക്കാർ വാങ്ങിക്കും. ലിമിറ്റഡ് ടൈം ഡീൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും ആൾക്കാർ വാങ്ങിക്കും. ഓൺലി 3 പ്രൊഡക്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിലോ ആൾക്കാർ വാങ്ങിക്കും. ഫ്യൂ ലൈക്ക് മാർക്കറ്റ് എൻഡ്സ് ഇൻ ലൈക്ക് 3 hours എന്ന് പറയുമ്പോൾ ആൾക്കാർ വാങ്ങിക്കും. സ്കേർസിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സാധനം എത്താനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബ്രെയിൻ ഈസിലി കണക്ട് ചെയ്യും. നമുക്ക് എവിടെയാണോ ഇപ്പോൾ പായസം കുറവുണ്ടാകുമ്പോഴായിരിക്കും ആൾക്കാർക്ക് പായസത്തിന് ഭയങ്കര ആവശ്യം. അപ്പോൾ എവിടെയാണോ തീരാൻ പോകുന്നത് അതായിരിക്കും ആൾക്കാർ കൂടുതൽ വാങ്ങിക്കുക. ലിമിറ്റഡ് എഡിഷൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽസ് സ്ട്രാറ്റജി, ഈ പറഞ്ഞ 6 പോയിന്റ് വെച്ചിട്ട് നിങ്ങളൊരു കൃത്യമായിട്ടൊരു സെയിൽസ് സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ദേ വിൽ ക്ലിക്ക് ഓൺ യുവർ പ്രൊഡക്റ്റ് ആൻഡ് ദേ വിൽ ബൈ യുവർ പ്രൊഡക്റ്റ്. പക്ഷേ പ്രൊഡക്റ്റ് കിട്ടി, സെയിൽസ് സ്ട്രാറ്റജി കിട്ടി. അപ്പോൾ അതായത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് സെയിൽസ് സ്ട്രാറ്റജി കിട്ടി. ഇപ്പോൾ സെയിൽസ് സ്ട്രാറ്റജി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ഓൺലൈൻ ആവണമെന്നില്ല. ഓൺലൈൻ ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ പ്രോഡക്റ്റ്. ഇപ്പം നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. എനർജി ഡ്രിങ്ക് എന്നാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കാം. സ്ട്രേറ്റ് സ്ട്രാറ്റജി, നിങ്ങൾക്ക് പലതരത്തിലുള്ള സെയിൽസ് മെത്തേഡിലൂടെ എനർജി ഡ്രിങ്ക് വിൽക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക, കിയോസ്ക്, എയർപോർട്ടിലൊക്കെ കാണുന്ന പോലുള്ള കിയോസ്കുകൾ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. കിയോസ്കുകൾ എന്ത് ചെയ്യും, അതൊരു സെയിൽസ് മോഡലാണ്. പീപ്പിൾ വിൽ ബൈ. ഓക്കെ, അതൊരു മോഡൽ. രണ്ടാമത് ഇപ്പോൾ എനർജി ഡ്രിങ്ക് ആണ് വീണ്ടും എടുക്കുന്നത്, നിങ്ങൾ ഓൺലൈൻ വഴി മാത്രമാണ് ചെയ്യുന്നത്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സംഭവങ്ങൾ ഇടുന്നു. ദാറ്റ് ഈസ് അനദർ സെയിൽസ് സ്ട്രാറ്റജി. ഓക്കെ, മൂന്നാമത്തെ ഒരു സെയിൽസ് സ്ട്രാറ്റജി പറയാം. നിങ്ങൾ ഓൺലൈനിലൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ ലോക്കൽ ഷോപ്പുകൾ, കിരാന സ്റ്റോറുകൾ വഴി മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ അനദർ. വീണ്ടും ഒരു സെയിൽസ് സ്ട്രാറ്റജി പറയാം. നിങ്ങൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലും ബാസിലും മാത്രമാണ് നിങ്ങളുടെ എനർജി ഡ്രിങ്ക്സ് വെക്കുന്നത്. ദാറ്റ് ഈസ് അനദർ സെയിൽസ് സ്ട്രാറ്റജി. അപ്പം നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളുടെ കസ്റ്റമർ എവിടെയുണ്ടോ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിൽസ് സ്ട്രാറ്റജി ആയിരിക്കണം ബിൽഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരാളെ കിട്ടി, 2 ആളെ കിട്ടി, 3 ആളെ കിട്ടി, 4 ആളെ കിട്ടി. നിങ്ങൾക്ക് ഈ സാധനം ഗ്രോ ചെയ്യണമെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. അതാണ് 3rd സ്റ്റെപ്പ് ഓഫ് ബിസിനസ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 നിന്ന് 100ലേക്ക് പോകുന്നു, 100ൽ നിന്ന് 1000ലേക്ക് പോകുന്നു, 1000ൽ നിന്നും 5000ലേക്ക് പോകുന്നു, 5000ൽ നിന്നും 15000ലേക്ക് പോകുന്നു, 15000ൽ നിന്നും 1 ലക്ഷത്തിലേക്ക് പോകുന്നു, 1 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷത്തിലേക്ക് പോകുന്നു, 10 ലക്ഷത്തിൽ നിന്നും 1 കോടിയിലേക്ക് പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ ലെവൽ.
കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ്, കാരണം നിങ്ങൾക്ക് 100 ആൾക്കാർ അറിയുമ്പോൾ നിങ്ങൾക്കറിയാം 100-ൽ നിന്നും 4 ആൾക്കാർ വാങ്ങിക്കുന്നു. ഓക്കെ, 100-ൽ നിന്നും 4 ആൾക്കാർ. ഈ 4-ൽ നിന്നും 40 ആൾക്കാർ വാങ്ങിക്കണമെങ്കിൽ യു ഹാവ് ടു റീച്ച് ഔട്ട് 1000 പീപ്പിൾ. 400 വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് 10,000 ആൾക്കാർ വാങ്ങിക്കണം. 1,00,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ 4,000 ആൾക്കാർ വാങ്ങിക്കും. നിങ്ങൾക്കൊരു കണക്കറിയാം. അപ്പം നിങ്ങൾക്ക് ഒരു മാസം ഇത്ര സെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ കൂട്ടണം. നമ്മൾക്ക് ഇനിഷ്യലി ഓരോ ഷോപ്പുകളിൽ പോകുന്നതോ അല്ലെങ്കിൽ ഓരോ രീതിയിൽ പോകുന്നതോ, എക്സാമ്പിൾ ഇപ്പോൾ എയർപോർട്ടിൽ വെക്കുന്ന, നേരത്തെ പറഞ്ഞു എനർജി ഡ്രിങ്ക് കിയോസ്ക് വഴിയാണ് വെക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ കീപ്പിംഗ് ഇൻ എയർപോർട്ട് വിത്ത് ഒരു എയർപോർട്ടിനകത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ, എയർപോർട്ടിൽ ഒരു മാസം 20 ലക്ഷം ആൾക്കാർ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര ആൾക്കാർ അവരുടെ കണ്ണ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഐസ് അവിടെ കിട്ടും, ഐബോൾസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് അവിടെ നിന്ന് കിട്ടും, എൻഷുർ ചെയ്യാൻ പറ്റും. സോ പല തരത്തിലും റീച്ച് ഔട്ട് ചെയ്യാനുള്ള മെക്കാനിസം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വർടൈസ്മെന്റിലൂടെ ചെയ്യാം, റീച്ച് ഔട്ടിലൂടെ ചെയ്യാം, ഇൻഫ്ലുവൻസർ ക്യാമ്പയിനിങ്ങിലൂടെ ചെയ്യാം, പല മെത്തേഡിൽ ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിലോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കണ്ടെത്തണം. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ വളരൂ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 കാര്യങ്ങളും, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കത്തുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടില്ല. പ്രൊഡക്റ്റ്, സെയിൽസ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ യു ആർ സെറ്റ്. പല ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഡിസ്ട്രിബ്യൂഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് കൃത്യമായിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ദേ ഡോണ്ട് നോ ഹൗ ടു ഡു ദ ഡിസ്ട്രിബ്യൂഷൻ. ചില ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ നല്ലതായിരിക്കും, വളരെ ഒരുപാട് ഫാൻസ് ഫോളോവേഴ്സും എല്ലാം കൃത്യമായിട്ടുണ്ടാകും, പക്ഷേ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ടാകും, പക്ഷേ സെയിൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിൻ്റെ കോമ്പിനേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെസ്റ്റ് ആയിട്ട് സെയിൽ ആവുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന ഞാൻ അടക്കമുള്ള ആൾക്കാർ തിങ്ക് ചെയ്യേണ്ടത്, നോ മാൻ ഈസ് പെർഫെക്റ്റ്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും ഐഡിയൽ പേഴ്സൺസ് അല്ല. വി ഓൾ ഹാവ് നമ്മൾ ഓണായിട്ടുള്ള പ്രശ്നങ്ങളും, അത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ റിസൾട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ ലൈക്ക് വാച്ചിങ് ലോട്ട് ഓഫ് മൂവീസ്. കണ്ട സിനിമകൾ തന്നെ വീണ്ടും കണ്ട് സമയം കളയണ്ട. അതൊക്കെ ലൈക്ക് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ലേണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് 100% ഉറപ്പാണ്. ഈ സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഹൗ ടു ബിക്കം ആൻ ഇ-കൊമേഴ്സ് സെല്ലറിന്റെ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഫ്രെയിം വർക്കിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇഫ് യു വാണ്ട് ടു ജോയിൻ മൈ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഇ-കൊമേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പ്ലസ് നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ടുകൾ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. ഗൂഗിൾ ഫോമിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറയാം. ഐ പേ ലൈക്ക് ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പറയാം. ഐ ചാർജ് ഫോർ ദാറ്റ്. കാരണം എന്താണ്? ഇതൊരു സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ്. ഐ ചാർജ് പ്രീമിയം. എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. നോർമൽ അഫോർഡബിൾ കോസ്റ്റ് അല്ല, ഇറ്റ് വിൽ ബി പ്രീമിയം. എന്തുകൊണ്ടാണെന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം. ബിക്കോസ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്, നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ഹെൽപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് പറയാം. ഡെഫിനറ്റ്ലി നമ്മുടെ ടീം അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തരും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. ബാക്കി ഇനിയും നല്ല പുതിയ ബിസിനസ് ആശയങ്ങളായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.